അതെ, ഒരു കാര്യം മറക്കരുത്. ഇവനെ ഈ ടേബിളിൽ കൊണ്ട് നിർത്തിയത് ആരുടെ മിടുക്ക? അത് നിന്റെ മിടുക്ക് തന്നെ. അപ്പൊ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യണം. അല്ലാതെ അവൻ ഉരുള ഉരുട്ടി കൊടുത്ത് കൂടെ ഇരുത്തി സന്തോഷിപ്പിക്കല്ല വേണ്ടത്. നമ്മുടെ ഔദാര്യവ ഈ വീടും ഈ സൗകര്യവും അവന് കിട്ടാൻ പോകുന്ന പ്രോജക്റ്റും എന്നുള്ള കാര്യമേ അവൻ എപ്പോഴും ഓർക്കണം. അത് നിങ്ങളും ഓർക്കണം. അല്ലാതെ ഇതുപോലെ കൈവിട്ട് കളിക്കല്ല വേണ്ടത്. ഇടി, അവൻ എന്റെ കൂടപ്പറപ്പല്ലേ. നിന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എത്ര കാലമായി. ഞാൻ അവനെ ഇടി വെച്ചോണ്ട് നടന്നതല്ലേ. പഴയതൊക്കെ ഓർത്തു പോയതിൽ എന്താ കുഴപ്പം? ഓർക്കുന്നത് നല്ലതാ, ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. പക്ഷെ എന്തിനാണെന്നുള്ളത് മറക്കരുത്. ഇടി, എന്താ വേണ്ടത് അത് പറ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അതെ, അവന് സിനിമ പിടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പോവല്ലേ? 1-2 രൂപയല്ല, അറിയാലോ. ഈ ചാച്ചാജി ഫിലിംസിനെ മാറ്റി നിർത്തി ഇവന് വേണ്ടി പൈസ മുടക്കുമ്പോ അതിന്റെ മുടക്കു മുതലിന്റെ 10 ഇരട്ടിയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം. എടി, അത് പടം ഓടിയാലല്ലേ കിട്ടൂ. പടം ഓടിക്കാനൊന്നും അല്ല ഈ പറയുന്നത്. ഓടിയാലും ഓടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ലാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാ. ഇപ്പൊ മുടക്കിയ 3.5 കോടിയുടെ മുകളിലെ ഒരു നയാ പൈസ മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എങ്ങനെയാണ് പ്രോജക്റ്റ് കിടക്കുന്നത്? ചാച്ചാജി ഫിലിംസിനെ ഒഴിവാക്കി സ്വന്തം ബാനറിൽ സിനിമ ചെയ്യണമെന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പൊ പൈസ മുടക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ മനുഷ്യ, ഈ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാ? 100-ഓ 150-ഓ? എടി, അതൊക്കെ ഷോക്ക് ബിസിനസ് നടക്കാൻ വേണ്ടി പറയുന്നതല്ലേ. ശരിക്കും 60 കോടിയേ ആവൂ. അത് സുധാർജി പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ, അത്രയെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ എന്താ? ആദിത്യ പ്രൊഡക്ഷൻസ് എന്ന പേരിലെ അവനെ മെയിൻ പ്രൊഡ്യൂസർ ആക്കി വെച്ചിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അപ്പൊ പണോ? അവന്റെ പേരില് ബാങ്കിൽ ലോൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് 100 കോടി വേണമെങ്കിലും കിട്ടും. പ്രോപ്പർട്ടിയും കൊളാറ്ററും എല്ലാം കൊടുക്കണം ലോണിന്? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രോജക്റ്റ് കാണിച്ചാൽ മതി. ഞാനേ നമ്മുടെ ബാങ്ക് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പടം ഓടില്ലെങ്കിൽ കൈ കൊള്ളത്തില്ല. അപ്പോ പൊള്ളുന്നെങ്കിൽ അവന്റെ കൈയല്ലേ, നിങ്ങളുടെ കൈയൊന്നും അല്ലല്ലോ. എടി, അത് ചീറ്റിംഗ് അല്ലേടി. ഈ കാര്യങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നേരായ വഴിയൊന്നും അല്ലല്ലോ. അതും ചീറ്റിംഗ് അല്ലേ? അപ്പൊ ഇതും അങ്ങനെയൊക്കെ തന്നെ കണ്ടാ മതി. അവനെ ഓർത്ത് നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അവൻ നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അവനെ ഇപ്പൊ ഗതികെട്ടാ ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്നത്. നിങ്ങൾ അതും കൂടി ഒന്ന് ആലോചിക്കണം. ഇവിടെ വന്ന് എത്ര വെല്ലുവിളിച്ചിട്ട് പോയതാ അവനും അവന്റെ ആ പെണ്ണുപിള്ളയും. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിങ്ങളുടെ അനിയൻ തോറ്റ് നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴണമെന്ന്? അവൻ വീണ് കിടക്കുന്നിടത്തിട്ട് ചവിട്ടുന്ന തെറ്റല്ലേ ചിത്രേ? ചവിട്ടേണ്ട അടുത്ത് ചവിട്ടി തന്നെ നിൽക്കണം, എന്നാലേ നിക്കാൻ പറ്റൂ. അവന്റെ പെണ്ണുമ്പിള്ള അവനെ ചവിട്ടിയിട്ടല്ലേ ചെറുപ്പക്കാര് പിള്ളേരുടെ കൂടെ കറങ്ങി നടന്നത്, ഇപ്പോഴും കറങ്ങി നടക്കുന്നതും. ഇനി അവനായിട്ട് അവളെ ചവിട്ടി പുറത്താക്കണം, അതും ലീഗലി. അവൻ വക്കീലിനെ വെച്ചത് പോരെങ്കിൽ നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചു കൊടുക്കാം. അവനതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതെ, അവര് കോടതിയില് വലിയ മെയിന്റനൻസ് ഒക്കെ ചോദിക്കും. അത് കൊടുക്കാതിരിക്കാനുള്ള വഴി നമ്മൾ നോക്കണം. അല്ലാതെ ഈ വീടും തറവാടും എല്ലാം കൂടി വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടാലേ വളർന്നു വരുന്ന 2 പിള്ളേരുടെ കാര്യം പറഞ്ഞ് കോടതി അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. കുട്ടികളെ എന്തായിരുന്നാലും നമുക്ക് വേണമല്ലോ. ആർക്ക് വേണമെന്ന്? എടി, അവന്റെ കുഞ്ഞുങ്ങളല്ലയോടി. അതുങ്ങൾ ഇവിടെയല്ലേ വളരേണ്ടേ? ഈ വീട്ടിൽ തന്നെ ലോടി കളിക്കണ്ടേ? ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ തല ചേറാണെന്ന്. നമ്മൾ എന്തിനാ ആ ബാധ്യത ചുമക്കുന്നത്? അവൾക്ക് പിള്ളേരെ വേണമെങ്കിൽ അവൾ ചുമന്നോളൂ. സിനിമയായിട്ട് ചുറ്റിയടിച്ച് നടക്കുന്നവന് കുടുംബം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവള് നോക്കിക്കോളൂ എല്ലാ കാര്യങ്ങളും. ചിത്ര, അവനവന്റെ പിള്ളേരെ വിട്ട് കളയൂ. നമുക്കങ്ങനെ പറയാൻ പറ്റൂ? പെങ്കൊച്ചിന് വേണമെങ്കിൽ അവൾ എടുത്തോട്ടെ. മറ്റേത് ആങ്കൊച്ചല്ലേ, അവൻ ഇവിടെ നിന്ന് പഠിക്കട്ടെ. അതിന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ പല്ലവിയും മോനും കൂടെ അല്ലേ നോക്കുന്നത്. അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം നീങ്ങാൻ. അതാണ് വേണ്ടത്. ചെല്ല്.